ജൂലൈ 18 നടന്ന 10th പ്രിലിംസിൻ്റെ 1 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് ഭരണഘടന മുതലുള്ള 60 വരെയുള്ള ചോദ്യങ്ങൾ അത് നമുക്കിന്ന് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് പഠിക്കാം. തീർച്ചയായിട്ടും അടുത്തു വരുന്ന പരീക്ഷയ്ക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നാണ് 31ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം അത് മൗലിക കർത്തവ്യങ്ങളാണ് അല്ലേ. നിർബന്ധമായും നിങ്ങൾ ഭരണഘടന പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് ഭാഗം 1 അത് ആമുഖമാണ്. അതുപോലെ തന്നെ നിരന്തരം ചോദിക്കുന്നതാണ് ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളും ഭാഗം 4A എന്തുമാണ്, മൗലിക കർത്തവ്യങ്ങളുമാണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭാഗം 4A. ഈ ഭാഗം 4A വരുമ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാണ് ഇത് ഉൾപ്പെടുത്തിയത്? അത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഈ 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിനെ ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മുടെ ആമുഖത്തിൽ ഒരേ ഒരു ഭേദഗതിയെ വന്നിട്ടുള്ളൂ, അത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ തന്നെയാണ് മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തില്ല, മൗലിക കർത്തവ്യങ്ങളില്ല. പിന്നെ എന്നാ വന്നത്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അതുപോലെ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് എന്ന്. ഏത് കമ്മിറ്റിയുടേതാണ്? അത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. മറ്റൊരു ചോദ്യം ചോദിക്കുക, എവിടെ നിന്നാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയെ കടമെടുത്ത ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, കാരണം വിവിധ രാജ്യങ്ങളിലെ വിവിധ ആശയങ്ങൾ ആ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പം മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, പഴയ USSRൽ നിന്നാണ്. ക്ലിയർ ആയിട്ട് ഓർക്കണം. മൗലികാവകാശങ്ങൾ ഓർക്കണേ, മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇപ്പം ഭരണഘടനയുടെ ഭാഗം 4Aയിലും അത് അനുച്ഛേദം ചോദിക്കും. അനുച്ഛേദം 51Aയിലും ഈ 1976 42ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി മൗലിക കർത്തവ്യങ്ങൾ വരുന്നു. ഭാഗം 4A ആയി. അത് അനുച്ഛേദം 51Aയിലാണ്. അന്നുണ്ടായിരുന്നത് 10 മൗലിക കർത്തവ്യങ്ങളാണ്. 1977 ജനുവരി 3 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വരുന്നു. 1977 ജനുവരി 3 മുതൽ ഇവ പ്രാബല്യത്തിൽ വരുന്നു. തുടക്കത്തിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് 11 മൗലിക കർത്തവ്യങ്ങളായി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നീട് അത് 11 മൗലിക കർത്തവ്യങ്ങളായി. അത് 2002 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത് കർത്തവ്യം വരുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം ഒക്കെ നിങ്ങൾക്കറിയാലോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതോടുകൂടി 86ാം ഭേദഗതിയിലൂടെ 11 എണ്ണമായി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കൽ. അതായിരുന്നു 6 മുതൽ 11ാമത് കർത്തവ്യമായി വന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കൽ. മറ്റൊന്ന്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ് എന്നാണ് ചോദ്യം. വാദിക്കാനും അറിയാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് അത് എന്തിലുണ്ട്? SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അത് ആര് പറഞ്ഞു? ശ്രീനാരായണ ഗുരു പറഞ്ഞു. ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ആലുവ സമ്മേളനം. ആലുവയിൽ വെച്ചാണ് സർവമത സമ്മേളനം ചേരുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ സർവമത സമ്മേളനം വന്നത് നമുക്ക് മനസ്സിലായി. അത് ആലുവ അദ്വൈതാശ്രമമാണ്. കൊല്ലം കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ, 1924. 1924 തന്നെയാണ് വൈക്കം സത്യാഗ്രഹവും നടക്കുന്നത്, മറന്നു പോകരുത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനമാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഏതാണ് കൊല്ലം? 1888. അതുപോലെ തന്നെ ഗുരുവിൻ്റെ കഴിഞ്ഞ പുസ്തകങ്ങൾ നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ്? അവിടെ നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ, ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ ദൈവ ദശകം, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്. അതുപോലെ തന്നെ ജാതി ലക്ഷണം, അനുകമ്പാ ദശകം, ആത്മോപദേശ ശതകം. ഓർത്തിരിക്കുക, എന്താണ്
ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ നമുക്ക് ഈ ശതകം ദശകം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓർക്കണം, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളായിരിക്കും. ശതകം, ദശകം, പഞ്ചകം തുടങ്ങിയവയൊക്കെ വരുന്നത്. അടുത്തത് സ്ഥിരം ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഇത് കറക്റ്റാണ്. ഇത് നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യമാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ, MKSP എന്ന് പറയും, MKSP എന്നും പറയാറുണ്ട്. അപ്പോൾ അത് എവിടെയാ? രാജസ്ഥാൻ. അതാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. പ്രസ്താവന ശരിയാണ്. അതുകൊണ്ട് തന്നെ 1 ശരിയാണ്. 2, പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാകുന്നു. 2ഉം ശരിയാണ്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. തെറ്റാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ? അതായത് വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടുമോ? അവിടെ തന്നെ ആലോചിച്ചാൽ അറിയാം, അത് വെളിപ്പെടുത്തില്ല. അതുകൊണ്ട് 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ചുമത്താവുന്നതാണ്. പിഴ ചുമത്തും, പക്ഷെ അത് 150 രൂപയല്ല, 250 രൂപയാണ്. അതുകൊണ്ട് തന്നെ 3ാമത്തെ പ്രസ്താവനയും 4ാമത്തെ പ്രസ്താവനയും ഇവിടെ തെറ്റാണ്. അതുകൊണ്ട് ഉത്തരം വരുന്നത് 3ഉം 4ഉമാണ്. ഇപ്പം ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണം RTA ആക്ട് 2005 നയിച്ച പ്രധാന ജനകീയ പ്രസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ, MKSP. രാജസ്ഥാൻ അരുണ റോയിയുടെ നേതൃത്വത്തിൽ അവരുടെ സിവിൽ സർവീസിൽ നിന്നൊക്കെ രാജിവെച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകയാണ്. അവരുടെ നേതൃത്വത്തിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ MKSS രൂപവൽക്കരിക്കുന്നു. വിവരാവകാശ നിയമത്തിലെ 8(1) വകുപ്പ്, ആ 8(1) വകുപ്പ് പ്രകാരം രാജ്യത്തിൻ്റെ സുരക്ഷയെയും വ്യക്തികളുടെ ജീവനെയും ബാധിക്കുന്ന ചില പ്രത്യേക വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതേതാണ് ആ വകുപ്പ്? 8(1). അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭ്യമാക്കണം. എന്നാൽ അത് വ്യക്തിയുടെ ജീവനും സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അതായത് ഇപ്പം എൻ്റെ ജീവനും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് എനിക്ക് നൽകണം. അതേസമയം മറ്റൊരു വ്യക്തിയുടെ ജീവനെയോ സുരക്ഷനെയോ ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കിട്ടുകയുമില്ല. അപ്പം വ്യക്തിയുടെ ജീവനും സുരക്ഷയുമായി ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ 48 മണിക്കൂറിനകവും അതേസമയം മറ്റു വിവരങ്ങൾ 30 ദിവസത്തിനകവും നൽകണം. ഒരു ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം വിവരം നൽകാതിരുന്നാൽ കമ്മീഷന് 250 രൂപ വീതം പരമാവധി 25,000 രൂപ വരെ പിഴ ചുമത്താൻ അധികാരമുണ്ട്. ആ 250 ഒന്ന് ഓർത്തു വെച്ചോളൂ. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? തടവറകളിലെ അതിക്രമം തടയൽ കറക്റ്റാണ്. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം ശരിയാണ്. ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ അത് വരില്ല, 3 വരില്ല. അപ്പം 3 വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ ഓപ്ഷനിലെത്തി. A1, 3, 4. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കലും തടവറകളിലെ അക്രമങ്ങൾ തടയലും വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണവും മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരും. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. എന്നാൽ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്നത് നമ്മൾ ഓർക്കുക, തടവറകൾ സന്ദർശിച്ച് അന്തേവാസികളുടെ അവസ്ഥ പഠിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് നിലവിൽ വന്നു എന്നൊരു ചോദ്യം വരും. അത് രൂപീകൃതമായത് 1993 ഒക്ടോബർ 12-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം വരുന്നത് 1993-ലാണ്. 1993 ഒക്ടോബർ 12-നാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ്. ആസ്ഥാനം ഏതാണ്? മാനവ് അധികാർ ഭവൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നതുവരെയാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നതുവരെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ്. അത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ആർട്ടിക്കിളും ഓരോന്നും എവിടെയൊക്കെ വരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഏതാണ്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു. ആണോ? ചൂഷണത്തിൽ നിന്നുള്ള മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇന്ത്യയിലെ അതല്ല, അത് ചൂഷണത്തിനെതിരായ അവകാശമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇത് രണ്ടും വായിച്ചാൽ തന്നെ നമുക്കറിയാം ഒന്നും രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതല്ല. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശത്തിൽ പെടുന്നതല്ല. അപ്പോൾ അവിടെ നമുക്ക് ഓർക്കേണ്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം നൽകുന്നു. അത് സ്ത്രീകളും കുട്ടികളും ചൂഷണം നേരിടുന്നുണ്ട്. അപ്പം അതിനെതിരായിട്ടുള്ള അവകാശമുണ്ട്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നു. അതുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ നോക്കിയാൽ മതി. എന്തായാലും വേണം. അതുപോലെ തന്നെ അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കൽ എന്നിവ നിരോധിക്കപ്പെടുന്നു. അപ്പം 2ഉം 4ഉം ഉണ്ടാവും. തീർച്ചയായിട്ടും 4 ഉണ്ടാവും. ഇനി 3 ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ 2ഉം 4ഉം വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ 2ഉം 3ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അവിടെ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് 2ഉം 4ഉമാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇത് വളരെ എളുപ്പമാണ്. പ്രധാന അനുബന്ധങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 23, 24 എന്നിവയാണ് ചൂഷണത്തിനെതിരെയുള്ള മൗലികാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓർത്തിരിക്കണം, ഇന്ത്യൻ ഭരണഘടനയിലെ 23, 24 വകുപ്പുകളാണ് ചൂഷണത്തിനെതിരെയുള്ള മൗലികാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ അനുച്ഛേദം 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിത തൊഴിൽ എന്നിവ നിരോധിച്ചിട്ടുണ്ട്. മനുഷ്യക്കടത്തും അടിമത്തവും നിർബന്ധിത തൊഴിലും നിരോധിച്ചിരിക്കുന്നത് അനുച്ഛേദം 23-ലാണ്. എന്നാൽ അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറിയിലോ മറ്റ് അപകടകരമായ തൊഴിലിടങ്ങളിലോ ജോലിക്ക് വെക്കുന്നത് കർശനമായി വിലക്കുന്നു. അപ്പം അനുച്ഛേദം 24 ഏതാണ്? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ മറ്റ് അപകടകരമായ തൊഴിലിടങ്ങളിലോ ജോലിക്ക് വെക്കുന്നത് കർശനമായി വിലക്കുന്ന നിയമമാണ്. അനുച്ഛേദം 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിത തൊഴിൽ എന്നിവ നിരോധിച്ചിട്ടുള്ള നിയമമാണ്, അനുച്ഛേദമാണ്. അപ്പം അനുച്ഛേദം 23ഉം 24ഉം ഓർക്കുക. എന്നാൽ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മൗലികാവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിലാണ് അനുച്ഛേദം 29, 30 അനുച്ഛേദം 29ഉം 30ഉമാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ന്യൂനപക്ഷമുണ്ട്, മത ന്യൂനപക്ഷമുണ്ട്, ഭാഷാ ന്യൂനപക്ഷമുണ്ട്. അത് അനുച്ഛേദം 29, 30ലാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം 32. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയും ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരായ അവകാശം. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ പരിഹാരം, അതായത് നമ്മുടെ മൗലികാവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് അത് കോടതിയെ സമീപിച്ച് നമുക്ക് നേടിയെടുക്കാം. അതാണ് അനുച്ഛേദം 32, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അനുച്ഛേദം 29ഉം 30ഉമാണ് ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. 9ാം ക്ലാസ്സിലേക്ക് പുസ്തകത്തിൽ നമ്മുടെ മൗലിക കർത്തവ്യങ്ങളുണ്ട്. അത് പുസ്തകത്തിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കണം. ഏതാണ്? ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതിലുൾപ്പെടും നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അതുൾപ്പെടും ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. അതുൾപ്പെടും പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. എല്ലാം വരും. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമാണ്. മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിൽ പെടും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 4A ആണ്. അവിടെ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരിക എന്നും പഠിച്ചു. എന്നാൽ ഒരു വർമ്മ കമ്മിറ്റിയുണ്ട്, അത് മൗലിക കർത്തവ്യങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ 1999 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ്. അപ്പോൾ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ വരുന്നത്. വർമ്മ കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ്. ഈ 2 കമ്മിറ്റിയും മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്.
അടുത്തൊന്ന് ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസമാണ് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഭരണഘടനാ നിർമ്മാണ സഭ. എങ്ങനെയാ ഓർത്തു വെക്കുക? നോക്കൂ, 1947 ഓഗസ്റ്റ് 15 അല്ലേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. അന്ന് നമുക്ക് പതാക ഉയർത്തണ്ടേ? അപ്പൊ അതിന് മുമ്പായിട്ട്, ഓഗസ്റ്റിന് മുമ്പായിട്ട് അത് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഓഗസ്റ്റിന് മുമ്പ് ജൂലൈ മാസത്തിൽ തീരുമാനിച്ചു 22-ാം തീയതി. അപ്പോൾ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഇനി അതേസമയം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് എന്ന് ചോദിക്കും. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിംഗലി വെങ്കയ്യ ആണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഈ ദേശീയ പതാകയ്ക്ക് നീളവും വീതിയും തമ്മിലുള്ള ഒരു അനുപാതമുണ്ട്. നീളം കൂടുതലും വീതി കുറവുമല്ലേ? അത് 3:2 ആണ്. 3:2 എന്നുള്ള അനുപാതത്തിലാണ്. 3 നിറങ്ങളാണ്, നമ്മുടെ ട്രൈ കളറാണ് നമ്മുടെ ദേശീയ പതാക. പിന്നെ 22-നാണ് അംഗീകരിച്ചത്. അത് രണ്ടും വെച്ച് നീളം 3, വീതി 2, 3:2 എന്നുള്ള അനുപാതത്തിലാണ്. പതാകയുടെ മധ്യത്തിൽ അശോക ചക്രമുണ്ട്. ആ അശോക ചക്രത്തിന്റെ നിറം എന്താണെന്ന് ചോദിക്കാറുണ്ട്. പതാകയുടെ മധ്യത്തിൽ വെളുത്ത പശ്ചാത്തലത്തിൽ അശോക ചക്രമുണ്ട്. അശോക ചക്രത്തിന്റെ നിറം നീല നിറമാണ്. എന്ത് നിറമാണ്? നീല നിറമാണ്. അതിലെത്ര ആരക്കാലുകളുണ്ട് എന്നും ചോദിക്കാറുണ്ട്. 24 ആരക്കാലുകളുണ്ട്. ശരി, ദേശീയ പതാക 1947 ജൂലൈ 22-ന് അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നാണ് അംഗീകരിച്ചത്. അത് 1950 ജനുവരി 24-നാണ്. ജനുവരി 26-നാണല്ലോ 1950 ജനുവരി 26-നാണല്ലോ ഭരണഘടന നിലവിൽ വരുന്നത്. അതിനും 2 ദിവസം മുമ്പ് 1950 ജനുവരി 24-നാണ് നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം അത് അംഗീകരിക്കുന്നത് 1950 ജനുവരി 26-നാണ്. അപ്പൊ ഈ ഡേറ്റുകളൊന്ന് ഓർത്തു വെക്കുക. ഒന്ന് ഏതാണ്? ദേശീയ പതാക അംഗീകരിച്ചത് അത് 1947 ജൂലൈ 22. മറ്റൊന്ന് നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ഭരണഘടന നിലവിൽ വരുന്ന 1950 ജനുവരി 26-ന് 2 ദിവസം മുമ്പ് 1950 ജനുവരി 24-ന്. മറ്റൊന്ന് അശോക സ്തംഭം അംഗീകരിച്ചത് അത് 1950 ജനുവരി 26-നാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിക്കും. അത് 2005 ഡിസംബർ 19-നാണ്. ഓക്കെ, 2005 ഡിസംബർ 19-നാണ്. ഗസറ്റ് വിജ്ഞാപനം വരുന്നത് 2006 ഡിസംബറിലാണെങ്കിലും 2005 ഡിസംബർ 19-നാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇത് ശുപാർശ ചെയ്യാനുള്ളൊരു സമിതിയുണ്ട്. ആ സമിതി മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ കഴിഞ്ഞു പോയതാണ്. ഈ കമ്മീഷണറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അതിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം, ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇടയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കും. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇത് ആത്മവിദ്യാസംഘത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ തന്നെ ആത്മവിദ്യാസംഘത്തിന്റെ എന്ത് ചോദിക്കാറുണ്ട്? മുഖപത്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളമാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ, അതുപോലെ ഓർത്തു വയ്ക്കുക അഭിനവ കേരളം ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ്. മറന്നു പോകരുത്.
ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ ആത്മവിദ്യാകാഹളം, ഓർത്തു വെക്കാൻ പറ്റുമോ അല്ലേ? ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാകാഹളം, ശിവയോഗ വിലാസം. നോക്കൂ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന് പേര് നൽകുന്നത്. അവിടെ വെച്ചിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി, അവിടെ ശിവയോഗ വിലാസം, അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാം. വൈകുണ്ഠകൽ സ്വാമികൾ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമത്വ സമാജം. 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് ഈ സമത്വ സമാജം എന്ന് പറയുന്നത്. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി. ദേശീയ തലത്തിലാണ്, അതുകൊണ്ട് തന്നെ അന്തർദേശീയ തലത്തിലല്ല അത്. അപ്പം അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടുന്ന മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ് വാച്ച്, ഗ്ലോബൽ വാച്ച് എന്നിവയൊക്കെയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടനാണ് ആസ്ഥാനം, ഓർത്തു വെക്കണം. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ഏതാണ്? ലണ്ടനാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അത് ന്യൂയോർക്ക് അടിസ്ഥാനമാക്കിയ സംഘടനയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടൻ ആണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ചോദിക്കാറുണ്ട്, മറന്നു പോകരുത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 എന്തുകൊണ്ടാണ് ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നത്? 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടന തന്നെയാണ്, അന്തർദേശീയ തലത്തിലല്ല. 1974 ജയപ്രകാശ് നാരായണനും JB കൃപലാനിയും ചേർന്ന് ഇന്ത്യയിൽ രൂപീകരിച്ച ആഭ്യന്തര സംഘടനയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറിൻ്റെ ആകെ നീളം 244 കിലോമീറ്ററാണ്. കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത് ഓർമ്മയുണ്ടോ? 44 നദികളാണ്. പെരിയാറിൻ്റെ നീളവും എത്രയാണ്? 244 കിലോമീറ്ററാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്, 209 കിലോമീറ്ററാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. കേരളത്തിൻ്റെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ്. പ്രശസ്തമായ മാരാമൺ കൺവെൻഷനും ആറന്മുള വള്ളംകളിയും ഒക്കെ പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജലപ്രവാഹമുള്ള നദിയും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള നദിയും എന്തുതന്നെയാണ്? അത് പെരിയാറാണ്. 5 വണ്ണം എന്നാൽ എന്ത്? വാണിജ്യ സംഘമാണ് 5 വണ്ണം. അതുപോലെ തന്നെ നമുക്കറിയാം 5 വണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ സംഘമാണ് എന്നോർക്കുക. മധ്യകാല കേരളത്തിൽ സജീവമായിരുന്ന പ്രമുഖ ജൂത, മുസ്ലിം, ക്രിസ്ത്യൻ വ്യാപാരികളുടെ കൂട്ടായ്മയായിരുന്നു 5 വണ്ണം. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് മണിഗ്രാമം. അപ്പം മണിഗ്രാമവും 5 വണ്ണവും ഒക്കെ വാണിജ്യ സംഘങ്ങളാണ്, മധ്യകാലത്ത് നിലവിലുണ്ടായിരുന്ന വാണിജ്യ സംഘങ്ങളാണ്. ചേര രാജാവായ ഭാസ്കര രവിവർമ്മ ഒന്നാമൻ ജോസഫ് റബ്ബാന് നൽകിയ പ്രശസ്തമായ ചെപ്പേടാണ് ജൂത ചെപ്പേട്. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന, ഇത്തരം മധ്യകാല ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ചെപ്പേടുകളുണ്ട്. അതിലൊന്നും വളരെ പ്രശസ്തമായ ഒന്നാണ് ജൂത ചെപ്പേട്. അത് ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ, അന്നത്തെ ചേര രാജാവ്, അദ്ദേഹം ജോസഫ് റഹ്മാന് നൽകിയ പ്രശസ്തമായ ചെപ്പേടാണ്. 5 വണ്ണം വാണിജ്യ സംഘത്തിന് പ്രത്യേക പദവികൾ ഇതിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചെപ്പേടാണ് തരീസ പള്ളി ചെപ്പേട്. നിരന്തരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. AD 849 സ്ഥാണു രവിവർമ്മന്റെ കാലത്താണ്. സ്ഥാണു രവിവർമ്മന്റെ കാലത്തുള്ള ചെപ്പേട് മറന്നു പോകരുത്. തരീസ പള്ളി ചെപ്പേടാണ് AD 849. അവിടെയും മണിഗ്രാമം, 5 വണ്ണം എന്നീ സംഘങ്ങൾക്ക് നികുതി ഇളവും അവകാശങ്ങളും അനുവദിച്ചിട്ടുള്ളത്. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? നോക്കൂ, മുസിരിസ് ഡിഗ്രി പ്രിലിംസിന്റെ 3 സ്റ്റേജിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന എക്സാമുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അതാ ചോദ്യം ആവർത്തിച്ചു വരുന്നു. പ്രാചീന തുറമുഖമായ മുസിരിസ് കൊടുങ്ങല്ലൂരാണ്, ഓർത്തിരിക്കുക. അപ്പൊ പ്രാചീന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സുഗന്ധ വ്യഞ്ജന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു മുസിരിസ്. AD 1341 പെരിയാറിലുണ്ടായ ഒരു വൻ പ്രളയത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം പൂർണ്ണമായും നശിപ്പിക്കുകയും അങ്ങനെയാണ് കൊച്ചി തുറമുഖവുമായി രൂപപ്പെടുന്നത്. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാലക്കാട് ചുരമാണ്. മാത്രമല്ല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗവുമാണ് പാലക്കാട് ചുരം.
അത് തമിഴ്നാടിനെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയും. അപ്പം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരമാണ്. അത് കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. സഹ്യാദ്രി എന്നും പറയും ഈ പടിഞ്ഞാറൻ ഘട്ടത്തിന്, പശ്ചിമഘട്ടത്തിന്. അതിൽ ഏറ്റവും വലിയ വിടവ് കൂടിയാണ് പാലക്കാട് ചുരം. ആ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടൻ ചുരമാണ്. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ താമരശ്ശേരി ചുരം. ഓർത്താ മതി, നമ്മുടെ മറ്റേ ഇയാള് മറന്നുപോയി, പപ്പു അല്ലേ, താമരശ്ശേരി ചുരത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്, ഓർമ്മണ്ട? ആ താമരശ്ശേരി ചുരത്തിലൂടെ മൂപ്പര് വണ്ടി ഓടിച്ച കഥ പറയുന്നുണ്ട്. അത് ഓർത്തു വെച്ചാൽ മതി. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. കണ്ണൂരിനെ കർണാടകയിലെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. കണ്ണൂരിൽ കണ്ണനുണ്ട് എന്ന് ഓർക്കുക. കണ്ണനിൽ അമ്പാടി ഉണ്ട്. അപ്പൊ കണ്ണൂരിനെ കർണാടകയുമായി, കണ്ണൂരും കർണാടകയിലുമൊക്കെ കണ്ണനുണ്ട്. കണ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. അപ്പൊ കണ്ണൂരിനെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം, കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ചോദിച്ചാൽ അരുവാമൊഴി ചുരമാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം അരുവാമൊഴി ചുരം തിരുവനന്തപുരത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? തെന്മലയാണ്, മറന്നു പോകണ്ട. തെന്മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. തെന്മല കൊല്ലത്താണ് എന്നോർക്കുക. ദക്ഷിണേന്ത്യയിലെയും പടിഞ്ഞാറൻ ഘട്ടത്തിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടി അത് ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെയും പടിഞ്ഞാറൻ ഘട്ടത്തിലെയും ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയുടെ ഉയരം ഓർത്തിരിക്കണം, 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്താണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്താണെന്ന് മാത്രമല്ല, ഇത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. ചോദിച്ചിട്ടുണ്ട്, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ചോദിച്ചതാണ്, അതും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന പക്ഷി സങ്കേതം ചോദിക്കും, അതേതാണ്? കുമരകം പക്ഷി സങ്കേതം. കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ തീരത്തുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പക്ഷി സങ്കേതത്തെ കുറിച്ച് ചോദിക്കും, അതേതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ച ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് എറണാകുളത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ചോദിച്ചാലും അതും എറണാകുളത്താണ്. അത് മംഗളവനം പക്ഷി സങ്കേതമാണ്. ഇത് എറണാകുളം നഗരത്തിന്റെ ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു. ഇതിനെ എന്ത് വിളിക്കുന്നു? കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു. എറണാകുളം നഗരത്തിന്റെ നഗരഹൃദയത്തിലാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ്. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി നേടിയത് സർവീസസ് ആണ്. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? സർവീസസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അന്തർ സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തുണ്ട്? ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉണ്ട്, അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്, IPL ക്രിക്കറ്റ് ഇന്ത്യയിലെ ആഭ്യന്തര ടൂർണമെന്റ് തന്നെയാണ്. ISL ഇന്ത്യയിലെ ആഭ്യന്തര ടൂർണമെന്റ് ആണ്, അത് പക്ഷേ ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഏറ്റവും പ്രശസ്തമായ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി. നിലവിൽ വരുന്നത് 1941 ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി നേടിയത്, അത് കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. എത്ര തവണയാണ് നേടിയത്? 32 തവണ പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട് കേട്ടോ. എത്ര തവണ? 32 തവണ. കേരളം ഇതുവരെ എത്ര തവണ നേടിയിട്ടുണ്ട്? കേരളം ഇതുവരെ 7 തവണ നേടിയിട്ടുണ്ട്. 2022 അവസാനമായിട്ട് നേടിയത്.
ഏറ്റവും പഴക്കമേറിയ ഇന്ത്യൻ ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഡ്യൂറന്റ് കപ്പാണ്. അപ്പൊ ഡ്യൂറന്റ് കപ്പ് അത് ചോദിക്കാറുണ്ട്. ഡ്യൂറന്റ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ കപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ചോദിച്ചിട്ടുണ്ട് PSC. അത് ഡ്യൂറന്റ് കപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ്. പള്ളിവാസൽ ഇടുക്കിയിലാണ്. 1940 മുതിരപ്പുഴ പെരിയാറിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത്. 1940 ഓർത്തു വെക്കണം. വർഷം ചോദിച്ചിട്ടുണ്ട്. ഏത് പുഴയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മുതിരപ്പുഴയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കമ്മീഷൻ ചെയ്യുമ്പോൾ എന്ന രാജാവ് ചോദിച്ചിട്ടുണ്ട്. അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അത് കമ്മീഷൻ ചെയ്യുമ്പോഴുണ്ടായിരുന്ന രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. മറക്കാതിരിക്കുക. എന്നാൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. തെറ്റിപ്പോകരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അത് ഇടുക്കിയാണ്. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത്. ഇടുക്കി അണക്കെട്ട് ഒരു കമാന അണക്കെട്ടാണ്. കുറവൻ കുറത്തി എന്ന 2 മലകളെ ബന്ധിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുതി പദ്ധതി ചോദിക്കും. അത് പത്തനംതിട്ട ജില്ലയിലെ മണിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ടയിലെ ജില്ലയിലെ മണിയാറാണ്. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെ? മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് JC ഡാനിയേലിനെയാണ്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേലിനെയാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായിട്ടുള്ള വിഗതകുമാരൻ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് JC ഡാനിയേലാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ ആരാണ് സംവിധാനം ചെയ്തത്? അത് JC ഡാനിയേലാണ്. അതിൻ്റെ പേര് വിഗതകുമാരനാണ്. കേരള ഗവൺമെന്റ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് JC ഡാനിയേൽ അവാർഡ്. ഇപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം അതാരാണ്? വിഗതകുമാരനാണ്. നിർമ്മിച്ചത് JC ഡാനിയേലാണ്. അദ്ദേഹം മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡുമുണ്ട്, JC ഡാനിയേൽ അവാർഡ്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? ഏത് ചിത്രം മുതലാണ് മലയാള സിനിമ സംസാരിക്കാൻ തുടങ്ങിയത്? അത് ബാലനാണ്. ഇത് സംവിധാനം ചെയ്തത് നൊട്ടാണിയാണ്. പേര് കേൾക്കാൻ എളുപ്പമുണ്ടല്ലേ, നൊട്ടാണി. മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയാണ്. വിഗതകുമാരൻ എന്ന ചിത്രത്തിലെ PK റോസിയാണ് മലയാള സിനിമയിലെ ആദ്യ നായിക എന്ന് പറയുന്നത്. മലയാള സിനിമയ്ക്ക് ആദ്യമായി മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം സ്വർണ്ണകമലം നേടിത്തന്ന ചിത്രം ചോദിക്കും. അത് രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീനാണ്. അപ്പോൾ ആദ്യ സിനിമ വിഗതകുമാരൻ, ആദ്യ ശബ്ദ സിനിമ ബാലൻ. എന്നാൽ മലയാള സിനിമയ്ക്ക് അവാർഡ് സ്വർണ്ണകമലം ദേശീയ അവാർഡ് ആദ്യമായി നേടിത്തന്ന സിനിമ അത് ഏതാണ്? രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം ചോദിക്കും, മറന്നു പോകരുത്. കാസിയ ഫിസ്റ്റുല എന്നാണ്. വിഷുക്കാലത്തല്ലേ നമ്മൾ കണിക്കൊന്ന പൂക്കുക. അപ്പൊ കാശ് കിട്ടും എന്നോർത്ത് വെച്ചാൽ മതി. കാസിയ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ആനയാണ് അല്ലെ? ഇന്ത്യൻ ആനയും ആഫ്രിക്കൻ ആനയും ഒക്കെ ഉണ്ട്. അതിൽ ഇന്ത്യൻ ആനയാണ്. അതിന്റെ മുഴുവൻ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് അല്ലേ? എളുപ്പം എലിഫന്റ് എന്നുള്ള എലിഫസും നല്ല വലിപ്പുണ്ട് എന്നുള്ള മാക്സിമസും. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ചോദിക്കാറുണ്ട്. അത് മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ബ്യൂസിറസ് ബൈക്കോർണിസ് എന്നോർത്തു വയ്ക്കുക. മലമുഴക്കി വേഴാമ്പൽ ബ്യൂസിറസ് ബൈക്കോർണിസ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. ബേർഡിന് 2 B ഉണ്ട് എന്നോർക്കുക. അതിന്റെ ശാസ്ത്രീയ നാമത്തിൽ ബേർഡിന്റെ 2 B ഉണ്ട്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. 2018 കേട്ടോ. വർഷം ചോദിച്ചിട്ടുണ്ട് പ്രാവശ്യം. ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച വർഷം 2018. ഇപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. അർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നാണ് അതിന്റെ പേര്. എന്താണ് പേര്? അർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. എങ്ങനെ ഓർത്തു വെക്കുക? ഒരു കുരുത്തക്കേട്ട പേരായി തോന്നുന്നുണ്ട് അല്ലേ? ചോദിക്കും ശാസ്ത്രീയ നാമം. അർട്ടോകാർപ്പസ് ചക്കയല്ലേ? ഹെറ്റിറോഫിലസ് എങ്ങനെയാ? ഏതെങ്കിലുമൊക്കെ ഭാഗ്യം നോക്കൂ. ആർട്ട് ഓ കാർപ്പസ് അങ്ങനെ ആലോചിച്ച് നോക്കൂ. കാറിൻ്റെ ഉള്ളിൽ ഒരു ആർട്ട്,
കാറിൻ്റെ ഉള്ളിൽ ഒരു ആർട്ട്. എന്തുകൊണ്ടാ? ചക്കയുടെ മുളഞ്ഞു വീണിട്ട് കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയി ചക്ക വെച്ചു. ചക്കയുടെ മുളഞ്ഞു വീണിട്ട് കാറിൻ്റെ ഡിക്കിയിൽ എന്തുണ്ടായി? ഒരു ആർട്ട് ഉണ്ടായി എന്ന് ഓർക്കുക. നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ആർട്ടോ കാർ എന്ന്. പക്ഷെ കൊണ്ടുപോയത് ആൾട്ടോ കാറിലാണ് എന്ന് ഓർക്കുക. അവിടെ ആർട്ടോ കാർ കിട്ടും നിങ്ങൾക്ക്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. എട്രോപ്ലസ്, ദ ആർട്ടോകാർപ്പസ് ആണ്. ദ എട്രോപ്ലസ് സുറാറ്റൻസിസ്. എട്രോപ്ലസ് സുറാറ്റൻസിസ് ഏതാ? നമ്മുടെ കരിമീനാണ്. കരിമീനിൽ സുരാടെൻസിസ്. സുര 10 എന്താണ്? സുര 10 കരിമീൻ സിസ്റ്റർക്ക് കൊടുത്തു എന്നോർത്ത് വെച്ചാൽ മതി. സുര സന്തോഷത്തോടു കൂടി സുര 10 കരിമീൻ സിസ്റ്റർക്ക് കൊടുത്തു. 2010 പ്രഖ്യാപിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഏതാണെന്നാണ്. വി.ടി. ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അല്ലല്ലോ അല്ലേ? വി.ടി. ഭട്ടതിരിപ്പാട് നമുക്കറിയാം ഏതാണ്? വി.ടി. എന്ന് പറയുന്നത് അരങ്ങിൽ നിന്ന് അല്ലേ, അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്, അല്ലെങ്കിൽ യോഗക്ഷേമ സഭ, ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടല്ല, പ്രത്യക്ഷ രക്ഷാ ദേവസഭ തെറ്റാണ്. കുമാരഗുരുദേവൻ അല്ല, ആര്യസമാജം തെറ്റാണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, അത് കറക്റ്റാ. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒന്ന് ഏതാണ്? വേദാധികാര നിരൂപണം. മറ്റേത് മറന്നു പോകണ്ട, പ്രാചീന മലയാളം, ആദിഭാഷ. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തെറ്റാണ് അല്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ അവിടെ ശരിയായ ജോഡി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം മാത്രമാണ്. ഓക്കെ, വേദം പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും അധികാരമുണ്ട് എന്നാണ് വേദാധികാര നിരൂപണം പറയുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS കുമാരഗുരുദേവനാണ് സ്ഥാപിച്ചത്. പൊയ്കയിൽ യോഹന്നാൻ എന്നും കുമാരഗുരുദേവൻ അറിയപ്പെടുന്നുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാടാണ്. പണ്ഡിറ്റ് K.P. കറുപ്പൻ സ്ഥാപിച്ച പ്രധാന സംഘടനയാണ് കല്യാണധായനി സഭ. പണ്ഡിറ്റ് K.P. കറുപ്പൻ സ്ഥാപിച്ച പ്രധാന സംഘടന കല്യാണിധായനി സഭ. കവി തിലകൻ എന്നും അറിയപ്പെടാറുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ മറ്റ് പ്രധാന കൃതികൾ പ്രാചീന മലയാളമുണ്ട്, അദ്വൈത ചിന്താ പദ്ധതിയുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ. തെറ്റാണ്. ആദിഭാഷയും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ദൈവദശകം, ആത്മോപദേശ ശതകം അല്ലേ, അതൊക്കെയാണ്. ദർശനമാല, ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ. അപ്പം ഇത് രണ്ടും അല്ല, ഇവിടെ പോയി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന പ്രസിദ്ധ മുദ്രാവാക്യം ഉയർത്തി സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. തെറ്റാണ്. സമത്വ സമാജം 1836 വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ്. അപ്പോൾ ഇവിടെ ഏതെല്ലാമാണ് തെറ്റ്? 2ഉം 3ഉമാണ് തെറ്റ്. അല്ല, 2ഉം 4ഉമാണ് തെറ്റ്. 2ഉം 4ഉമാണ്, ഓർത്തിരിക്കുക. അപ്പോൾ പ്രാചീന മലയാളം എന്നത് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ആരുടേതല്ല? ശ്രീനാരായണ ഗുരുവിൻ്റെതല്ല. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്, 1836. എന്നാൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അത് 1903. ശ്രീനാരായണ ഗുരുവുമായിട്ട് ഒന്ന് ഓർക്കേണ്ടത് 1856 അദ്ദേഹം ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20 അദ്ദേഹം ജനിക്കുന്നത്. ഓർക്കേണ്ട വർഷങ്ങളാണ്. 1888 അദ്ദേഹം എന്ത് നടത്തുന്നുണ്ട്? 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. 1903 SNDP. അതുപോലെ 1924 സർവമത സമ്മേളനം. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1921 ആലുവയിൽ വെച്ച് നടന്ന പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള വിശ്വപ്രസിദ്ധമായ സന്ദേശം നൽകിയത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെ, സംഘടിതമായി ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച ഇന്ത്യക്കാരായിട്ടുള്ള പല ജനവിഭാഗങ്ങളും പങ്കെടുത്ത സമരമാണ്. എന്നാൽ അതിനു മുമ്പും അതിന് തൊട്ടടുത്തുമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റപ്പെട്ട പല കലാപങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വിഭാഗം കലാപങ്ങളാണുള്ളത്: കർഷക കലാപവും ഗോത്ര കലാപവും.
നമ്മുടെ വ്യത്യസ്ത ക്ലാസ്സുകളിൽ നമ്മൾ നിരന്തരം പറഞ്ഞു വരുന്നതാണ്. ഇത് ശ്രദ്ധിക്കണം. ഇതിലേതൊക്കെ ഗോത്ര കലാപം, ഇതിലേതൊക്കെ കർഷക കലാപം. ഇപ്പം കേരളത്തിലുണ്ടായിട്ടുള്ള മലബാർ കലാപം ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാണ്, അതൊരു കർഷക കലാപമാണ്. എന്നാൽ കുറിച്ച കലാപം ഗോത്ര കലാപമാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് 1812 നടന്ന ഏത് കലാപം എന്ന് പറയുന്നത്? കുറിച്ച കലാപം എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപത്തിൽ പെടാത്തതാണ് മാപ്പിള കലാപം. അതൊരു കർഷക കലാപമായിരുന്നു. പഹാരിയ കലാപം, സന്താൽ കലാപം, കോൾ കലാപം, ഇതെല്ലാം തന്നെ ഗോത്രവർഗ കലാപമാണ്. മാപ്പിള കലാപം അപ്പം എന്താണ്? ഒരു കർഷക കലാപമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഗോത്രവർഗ കലാപങ്ങളിൽ ഒന്നാണ് സന്താൽ കലാപം. നടന്ന വർഷം 1855-56 ഇതിന് നേതൃത്വം നൽകിയത് സിദ്ധു മുർമു, കാനു മുർമു എന്ന രണ്ടാളുകളായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ സന്താൽ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഒഡീഷയാണ് അവരുടെ സംസ്ഥാനം. മറ്റൊന്നാണ് ഉൽഗുലാൻ കലാപം, മഹത്തായ കലാപം എന്നർത്ഥപ്പെടുന്നു. അത് ബ്രിട്ടീഷ് ഭരണത്തിനും ചൂഷണത്തിനുമെതിരെ നടന്ന മുണ്ട പ്രക്ഷോഭമാണ്. ഉൽഗുലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാനായ ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയാണ് ഈ സായുധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൽ നടന്ന പ്രമുഖ ഗോത്രവർഗ കലാപമാണ് കുറിച്ച കലാപം. 1812 കുറിച്ച കലാപം ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപമാണ്. പഴശ്ശിക്കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? പഴശ്ശിക്കലാപം, 2 പഴശ്ശിക്കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ 2 പഴശ്ശി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നോക്കൂ, ഈ കലാപങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എപ്പോഴും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അപ്പം അതൊരു ഓപ്ഷനിൽ വന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ തെറ്റായ നികുതി നയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90% ഉറപ്പിക്കാതെ ഒരു കാരണമാണ് എന്ന്. അതുകൊണ്ട് 1 ഓക്കെയാണ്. ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ്, അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അവിടെ ബ്രിട്ടീഷ് അത് ഓക്കെ ആണോ? ഇതാണ് ശരി. വയനാട് കൈയടക്കാനുള്ള അതേസമയം ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ് കുറിച്ച കലാപത്തിന് കാരണമാണ്, പഴശ്ശി കലാപത്തിനല്ല കാരണം. ഇപ്പം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. എന്നാൽ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത്, പഴശ്ശിയുടെ അമ്മാവന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത് യുദ്ധത്തിന് കാരണമായി, പഴശ്ശി രാജാവിനല്ല നൽകിയത്. അതുകൊണ്ട് ഇവിടെ 1, 3 ഇത് രണ്ടുമാണ് ഉത്തരം വരിക. ഓക്കെ, യെസ്. അപ്പോൾ പഴശ്ശിയുടെ പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് ബ്രിട്ടീഷുകാർ നൽകിയതും ബ്രിട്ടീഷുകാരുടെ ജനദ്രോഹപരമായ നികുതി നയവുമാണ് 1ാം പഴശ്ശി വിപ്ലവത്തിന് കാരണം. 1ാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലം ഓർത്തു വെച്ചോളൂ കേട്ടോ. 1793 മുതൽ 1797 വരെയാണ്. 1793 to 1797. 2ാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805. പേടിക്കാനൊന്നുമില്ല, ഈ വർഷം ഓർക്കാൻ. 1800-കളിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് പഴശ്ശി കലാപം എന്ന് ഓർക്കുക. അപ്പോൾ 1800 to 1805 2ാം പഴശ്ശി വിപ്ലവവും, അതിനു മുമ്പ് 1797 അവസാനിക്കുന്ന വിധത്തിൽ 1793 തുടങ്ങി 1ാം പഴശ്ശി വിപ്ലവവും. ഓക്കെ, 2ാം പഴശ്ശി വിപ്ലവം ടിപ്പുവിന്റെ പതനത്തിന് ശേഷം വയനാട് പ്രദേശം കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കമായിരുന്നു. 1ാമത്തെ പഴശ്ശി വിപ്ലവം കുറുമ്പറനാട് രാജാവിന് കൊടുത്തതും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളുമായിരുന്നു. പഴശ്ശി രാജയെ സഹായിച്ച പ്രമുഖ നേതാവ് തലക്കൽ ചന്തുവാണ്. ഓർക്കണം, പഴശ്ശി രാജേനെ ഈ യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ട്, ആദിവാസികൾ സഹായിച്ചിട്ടുണ്ട്. അത് കുറിച്ചരായിരുന്നു. ആ കുറിച്ച നേതാവായിരുന്നു തലക്കൽ ചന്തു. പിന്നീട് കുറിച്ച കലാപം ഉണ്ടാകുന്നുണ്ട്, അത് കുറിച്ചരും കുറുമ്പ്രരും കൂടി ചേർന്നാണ്. പക്ഷെ പഴശ്ശി രാജാവിനെ സഹായിച്ച പ്രമുഖ കുറിച്ച നേതാവ് തലക്കൽ ചന്തുവാണ്. എന്നാണ് പഴശ്ശി രാജാവ് അന്തരിച്ചത് എന്നും ഓർത്തു വെക്കണം. 1805 അവസാനിച്ചത് 2ാമത്തെ യുദ്ധം. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോടിന് സമീപം വെച്ചാണ് പഴശ്ശി രാജ വീരമൃത്യു വരിച്ചത്. അപ്പൊ പഴശ്ശി രാജ വീരമൃത്യു വരിച്ചത് വയനാടിലെ മാവിലാന്തോടിന് സമീപമാണ്, ഓർത്തിരിക്കണം. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാര്? അയ്യങ്കാളിയാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ചോദ്യങ്ങൾ ഓർക്കേണ്ടത്, മഹാത്മാ അയ്യങ്കാളി 1907 വെങ്ങാനൂരിൽ വെച്ചാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. 3 സംഘടനകളുടെ വർഷം നിങ്ങൾ നിർബന്ധമായി ഓർത്തിരിക്കണം. ഒന്ന് 1836 വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം, 1836 വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം.
1903 SNDP. അതുപോലെ തന്നെ വർഷം ചോദിക്കാറുണ്ട്. 1907 സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയെ ആണ് ഗാന്ധിജി പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ പുലേ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയെന്നും അല്ലെങ്കിൽ അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നും രണ്ട് തരത്തിലും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി 1893 അദ്ദേഹം നടത്തിയ പ്രശസ്തമായ സമരമാണ് വില്ലുവണ്ടി സമരം, വില്ലുവണ്ടി യാത്ര. അന്ന് അവർണർക്ക് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാൻ അധികാരമുണ്ടായിരുന്നില്ല. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം വില്ലുവണ്ടിയിൽ യാത്ര നടത്തി 1893. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ഇത് ദൈവദശകത്തിലെ വരികളാണ്. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇപ്പോൾ ഇതേതിലെ വരികളാണ്? ദൈവദശകത്തിലെ വഴികളാണ്. എവിടെയാണ് ദൈവത്തോട് പറയുകയാണ്? ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം. ദൈവത്തോടാണ് പറയുന്നത്. സുഖം. ശ്രീനാരായണ ഗുരു രചിച്ച പ്രസിദ്ധമായ ഗീതമാണ് ദൈവദശകം. ഞാൻ പറഞ്ഞിട്ട് ദശകം ശതകം പഞ്ചകം ഒക്കെ വന്നു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുക. ഇത് ദൈവദശകത്തിലേതാണെന്ന് ഓർക്കുക. ഗുരുവിൻ്റെ മറ്റൊരു രചനയാണ് ദർശനമാല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇതെവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അത് അരുവിപ്പുറത്ത് 1858 നടത്തിയ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്താണ്. പക്ഷെ ഇന്ന് ചിലർ പറയുന്നു അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് എത്രയാ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന്. ആലോചിച്ച് നോക്കൂ, എന്തൊരു വിധി വൈപരീത്യമാണ്. ശ്രീനാരായണ ഗുരു മതിലിന് ഇപ്പുറത്ത് എഴുതി വെച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പുറത്ത് എഴുതി വെച്ചു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന്. ആദ്യത്തെ ആ വാചകത്തെ 100% എന്ത് ചെയ്യുന്ന ഇല്ലാതാക്കുന്ന രണ്ടാമത്തെ വാചകം അല്ലേ? താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്. മാവിലത്തോട് വേലുത്തമ്പി നമ്മൾ ഇപ്പം പഠിച്ചിട്ടേ ഉള്ളൂ, പറഞ്ഞിട്ടേ ഉള്ളൂ. മാവിലത്തോട് ആരാണ്? പഴശ്ശി രാജാവ് മരിച്ച സ്ഥലമാണ്. എന്നാൽ മണ്ണടി അവിടെ വെച്ചാണ് വേലുത്തമ്പി ദളവ എന്ത് ചെയ്യപ്പെടുന്നത്? വധിക്കപ്പെടുന്നത്. അപ്പോൾ മാവിലത്തോട് പഴശ്ശിരാജയും മണ്ണടി വേലുത്തമ്പി ദളവയുമാണ്. അപ്പം ഇത് ഒന്നും രണ്ടും തെറ്റായിപ്പോയി ആദ്യം തന്നെ. ഇനി നമുക്കറിയാം കിറ്റ് ഇന്ത്യ കീഴരിയൂർ ബോംബ് കേസാണ്. കിറ്റ് ഇന്ത്യ സമരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്നൊരു കലാപമായിരുന്നു കീഴരിയൂർ കലാപം. KB മേനോൻ അല്ലേ? ഇപ്പം കിറ്റു ഭാരത് എന്നോർത്ത് വെച്ചാൽ മതി. KB എന്നോർക്കാൻ പറ്റും നമുക്ക്. കിറ്റു ഭാരത് എന്നോർക്കുമ്പോൾ KB എന്നോർക്കാം. കിറ്റ് ഇന്ത്യ കിറ്റു ഭാരത് KB മേനോൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിറ്റ് ഇന്ത്യ കീഴരിയൂർ. അപ്പം മാപ്പിള ലഹള കാർഷിക മുന്നേറ്റം. അപ്പം ഇത് രണ്ടും ശരിയാണ്, ഇത് 3ഉം 4ഉം ശരിയാണ്. അപ്പം ഇവിടെ പരസ്പര ബന്ധമില്ലാത്തത് 1ഉം 2ഉമാണ്. മാവിലത്തോട് പഴശ്ശിരാജയും മണ്ണടി വേലുത്തമ്പി ദളവയുമാണ്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ്. 1809 പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ഓർത്തിരിക്കുക. മറ്റൊന്ന്, പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് മാവിലാന്തോടിൽ വെച്ചാണ്. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. 1805 ഓർത്തു വെച്ചു. അതുപോലെ തന്നെ ഇതിവിടെ ഓർത്തിരിക്കണം കേട്ടോ. ഈ വേലുത്തമ്പി ദളവ 1809 അന്തരിക്കപ്പെടുന്നത്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ടതാണ് കിറ്റ് ഇന്ത്യ സമരം 1942 കീഴരിയൂർ ബോംബ് കേസ്. KB മേനോനെ ഇതിൻ്റെ ഒപ്പം ഓർത്തു വെക്കണം. കിറ്റു ഭാരത് ഓർത്തു വെച്ചാൽ മതി. KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ് 1921 മലബാർ കലാപം അടിസ്ഥാനമായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജന്മിവിരുദ്ധ കലാപമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം: മൊറാഴ സമരം, കുണ്ടറ വിളംബരം, പൂക്കോട്ടൂർ കലാപം, കുറിച്ച കലാപം. ഇത് നോക്കുമ്പോൾ തന്നെ ഒരാൾക്ക് അറിയാം കുറിച്ച കലാപം കുണ്ടറ വിളംബരവുമൊക്കെയാണ് ഏറ്റവും ആദ്യം. അതിൽ നമുക്കറിയാം കുണ്ടറ വിളംബരം 1809 ജനുവരി 11 കേട്ടോ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. വേലുത്തമ്പി വിളവുമായി ബന്ധപ്പെട്ട വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന 1809. കുണ്ടറ വിളംബരം കഴിഞ്ഞിട്ടാണ് പിന്നീട് കുറിച്ച കലാപം നടക്കുന്നത്. കുറിച്ച കലാപം 1812 ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപം.
പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത് മലബാർ കലാപവുമായി മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ടതാണ്. 1900 ഖിലാഫത്തുമായി ബന്ധപ്പെട്ടതാണ്. 1921 ഓഗസ്റ്റ് 26. മൊറാഴ സമരം 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ വരുമ്പോൾ കുണ്ടറ, കുറിച്ച കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം, ഈ ഓർഡർ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിലേതാ വരിക? എങ്ങനെയാ വരിക? ഇതിന്റെ ആദ്യം നടക്കുന്നത് ഏതാണ്? 1809 കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ 1809. അത് കഴിഞ്ഞാൽ 1812 ഏതാണ്? കുറിച്ച കലാപം. പൂക്കോട്ടൂർ കലാപം 1921, മൊറാഴ സമരം 1940. അപ്പൊ 2 ആദ്യം വരിക. അപ്പൊ 2 തുടങ്ങുന്നത് ഏതാ? ഇവിടെ തന്നെ കിട്ടി, കണ്ടോ? 2. കുണ്ടറ കഴിഞ്ഞാൽ പിന്നെ കുറിച്ച കലാപം. അപ്പൊ കുണ്ടറയാണ് ആദ്യം എന്ന് വരുന്നതന്നെ ഓർക്കാം. ഇനി നോക്കൂ, A1 വരില്ല. എന്താ കാരണം? മൊറാഴ സമരമൊക്കെ ഏറ്റവും അവസാനമാണെന്ന് അറിയുന്ന ഒരാൾ അവിടെ തന്നെ ക്യാൻസൽ ചെയ്തു. ഈ C4 ഇവിടെ കൺഫ്യൂഷൻ വരാം. കുണ്ടറയാണോ കുറിച്ചയാണോ ആദ്യം വന്നത്? അതിന് കുണ്ടറ 1809 കുറിച്ച കലാപം 1812 ഓർത്തിരിക്കുക. ഇപ്പൊ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളോട് പ്രത്യക്ഷത്തിൽ അവരോട് എതിർക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം 1809. ബ്രിട്ടീഷ് നികുതി നയത്തിനെതിരെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ കുറിച്ചരും കുറുമ്പറരും നടത്തിയ പോരാട്ടമാണ് കുറിച്ച കലാപം. തലക്കൽ ചന്തു പഴശ്ശിരാജാവെ സഹായിച്ച ആളാണ്. കുറിച്ച കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ്. മലബാർ കലാപത്തിന്റെ ഭാഗമായി ഏറനാട് താലൂക്കിൽ ബ്രിട്ടീഷ് സൈന്യവുമായി വിപ്ലവകാരികൾ നടത്തിയ നേരിട്ടുള്ള യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. 2ാം ലോക യുദ്ധകാലത്ത് വിലക്കയറ്റത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മലബാറിൽ നടന്ന സമരമാണ് മൊറാഴ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. സംഘടിത ചെറുത്തുനിൽപ്പ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ചെറുത്തുനിൽപ്പ് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക് 1721 സമ്മാനങ്ങളായി പോയ 140ഓളം വരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ സ്വദേശികൾ വധിച്ചതാണ് ആറ്റിങ്ങൽ കലാപട്ട. 140ഓളം വരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയാണ് വധിച്ചത് 1721. അതാണ് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്, ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട നിർമ്മിക്കാൻ അനുവാദം ലഭിച്ചത് അഞ്ചുതെങ്ങിലാണ്. ഈ അഞ്ചുതെങ്ങിലേക്ക് പോകുന്ന അവരെ സമ്മാനങ്ങളുമായിട്ട് അഞ്ചുതെങ്ങിൽ നിന്ന് പോകുന്ന ആളുകളെയാണ് ആരാക്രമിച്ചത്? ഉദ്യോഗസ്ഥന്മാർ, നാട്ടുകാർ ആക്രമിച്ചത്. അത് 1695 ആറ്റിങ്ങൽ റാണിയാണ് ഇതിന് അനുവാദം നൽകുന്നത്. അഞ്ചുതെങ്ങ് കോട്ട കളഞ്ഞ നാട്ടുകാരെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഒപ്പിട്ട ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. അതിന് തുറന്നുണ്ടായിട്ടുള്ള ഉടമ്പടി. ഈ ഉടമ്പടി ചോദിക്കാറുണ്ട്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓർമും തമ്മിൽ 1723. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയതാര്? നിരന്തരം ചോദിച്ച ചോദ്യം. ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചു, പിന്നീട് നടന്ന പരീക്ഷകളിലും ചോദിച്ചു. അതുകൊണ്ട് തന്നെ അത് ആരാണ്? ഡിലനോയ് ആണ്. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയതാരാണ്? ഡിലനോയ് ആണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. എന്നാണ് ഈ കുളച്ചൽ യുദ്ധം നടക്കുന്നത്? 1741. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു നാട്ടുരാജ്യം യൂറോപ്യൻ ശക്തികളെ തോൽപ്പിച്ച യുദ്ധമാണത്. 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ സൈന്യവും ഡച്ച് സൈന്യവും തമ്മിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ യുദ്ധമാണേത്? കുളച്ചൽ യുദ്ധം. അങ്ങനെ ഏഷ്യയിലെ ഒരു പ്രാദേശിക രാജാവ് യൂറോപ്യൻ നാവിക ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ യുദ്ധമാണ്. ഇതോടുകൂടി ഡച്ചുകാരുടെ ആധിപത്യം പൂർണ്ണമായും അവസാനിച്ചു. അങ്ങനെ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡച്ച് ക്യാപ്റ്റനായ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതലയുള്ള വലിയ കപ്പിത്താനായി നിയമിച്ചു. ഇനി അടുത്ത 20 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതിൻ്റെ മാത്സ് ചോദ്യങ്ങൾ അതിൻ്റെ അടുത്ത ക്ലാസ്സിലും വന്നാൽ 4 ക്ലാസ്സോടുകൂടി ജൂലൈ 18 എക്സാം നമുക്ക് കംപ്ലീറ്റ് കവറായി. അതിനുശേഷം ക്യാൻസൽ ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ട്, അത് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ട് ഇതിൽ നിന്നുള്ള എക്സാമൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ജോയിനിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സുകളെക്കുറിച്ച് വിശദമായ വിവരം നിങ്ങൾക്കറിയാം. 2027 ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വപ്നമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങളുടെ കോഴ്സ് മതി എന്നാണ് എൻ്റെ വാദം. അതിലെ ഫീച്ചറുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും നൽകിയിട്ടുണ്ട്.
അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.